ഹായ് കൂട്ടുകാരെ, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? 1-2 ദിവസത്തെ ഇടവേളയ്ക്ക് ശേഷം ഞാൻ വീണ്ടും പുതിയൊരു റെസിപ്പി ആയിട്ട് വന്നേക്കുകയാണ്. ഇത് നമ്മുടെ കുട്ടികൾക്ക് ഏറ്റവും ഇഷ്ടപ്പെടുന്ന ഒന്ന് തന്നെയാണ് കേട്ടോ. നമ്മുടെ ഈ കടകളിലൊക്കെ കാണാറില്ലേ ജെല്ലി മിഠായി? നമ്മുടെ കുഞ്ഞുങ്ങൾ ജെല്ലിക്ക് വേണ്ടിയിട്ട് ഒരുപാട് ചോദിക്കാറുണ്ടല്ലേ. ഇത് നമുക്ക് ജെല്ലിയായിട്ടോ അല്ലെങ്കിൽ ഒരു ഡെസേർട്ടായിട്ടോ ഒക്കെ കഴിക്കാൻ പറ്റുന്ന ഒരു സൂപ്പർ സാധനമാണ്. നമ്മുടെ ആ ജെല്ലിയുടെ അതേ ടെക്സ്ചറിൽ തന്നെ നമുക്കിഷ്ടപോലെ ഉണ്ടാക്കിയെടുക്കാം. കുട്ടികൾക്ക് മാത്രമല്ല മുതിർന്നവർക്കും ഒരുപോലെ ഇഷ്ടമാവും. കടയിൽ നിന്നൊക്കെ ആ ജെല്ലി മേടിച്ച് കൊടുക്കണേക്കാട്ടി നല്ലതല്ലേ നമ്മൾ വീട്ടിൽ തന്നെ കുറഞ്ഞ ഇൻഗ്രീഡിയൻസിൽ കുറഞ്ഞ സമയത്തിനുള്ളിൽ ഇതൊക്കെ ഉണ്ടാക്കി കൊടുക്കുന്നത്. അതുമാത്രമല്ല ആരോഗ്യത്തിന് ഏറ്റവും നല്ലതുമാണ് വീട്ടിലുണ്ടാക്കുന്നതല്ലേ. അപ്പം എന്താ വേണ്ടതെന്ന് ആദ്യം നോക്കാം. ജെല്ലി ഉണ്ടാക്കാൻ ഞാനിവിടെ എടുത്തേക്കുന്നത് മാങ്ങയാണ്. നിങ്ങൾക്ക് ഈ മാങ്ങയുടെ സ്ഥാനത്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന എന്ത് ഫ്രൂട്ട്സും ഉപയോഗിക്കാം. ഈവൻ തണ്ണിമത്തനായാലും ആപ്പിളായാലും പഴമായാലും എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഉപയോഗിക്കാം കേട്ടോ. ഞാനിപ്പോൾ ഇവിടെ ഒരു അരമുറി മാങ്ങ എടുത്തിട്ടുണ്ട്. നല്ല മധുരമുള്ള മാങ്ങയാണ്. എനിക്ക് മാങ്ങയുടെ പേര് അറിയില്ല കേട്ടോ. നല്ല സൂപ്പർ മധുര. എന്നിട്ട് ഞാൻ അതിലേക്കൊരു 2 ടേബിൾ സ്പൂൺ ഷുഗർ ആഡ് ചെയ്യുന്നുണ്ട്. ഈ ഷുഗറിൻ്റെ സ്ഥാനത്ത് നമുക്ക് പനങ്കൽക്കണ്ട് ഉപയോഗിക്കാം കേട്ടോ. എൻ്റെ ഇപ്പം അത് കഴിഞ്ഞു, അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഷുഗർ ആഡ് ചെയ്യുന്നത്. എന്നിട്ട് വെള്ളമൊന്നും ചേർക്കാതെ മാങ്ങ അരയ്ക്കേണ്ട കേട്ടോ, അത് പ്രത്യേകം ശ്രദ്ധിക്കുക. എന്നിട്ട് 1 ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്തിട്ടുണ്ട്. ഇത് ഇത്രയും കൂടി ചേർത്ത് നമുക്ക് നന്നായിട്ട് അതൊന്ന് വറ്റിച്ചെടുക്കാം. അതവിടെ ഇരുന്ന് വറ്റുന്ന സമയം കൊണ്ട് നമുക്കൊരു ചെറിയൊരു ബാറ്റർ തയ്യാറാക്കാം. ഞാനിത് എടുത്തിരിക്കുന്നത് 1.5 ടേബിൾ സ്പൂൺ നമ്മുടെ കൂവപ്പൊടിയാണ്. കൂവപ്പൊടിക്ക് പകരം നിങ്ങൾക്ക് 1.5 ടേബിൾ സ്പൂൺ നമ്മുടെ കോൺഫ്ലവർ ഇല്ലേ അത് ഉപയോഗിക്കാം കേട്ടോ. ഞാനിപ്പോൾ ഇവിടെ കൂവപ്പൊടിയാണ് ഉപയോഗിക്കുന്നത്. കൂടുതൽ മോൾക്ക് ഇഷ്ടപ്പെടുന്ന സാധനങ്ങൾ ഉണ്ടാക്കാൻ ഞാൻ കൂവപ്പൊടിയാണ് ഉപയോഗിക്കുന്നത്. നമ്മുടെ വയറിനൊക്കെ ഏറ്റവും നല്ല സാധനം തന്നെയാണ് കൂവപ്പൊടി. അപ്പോൾ നന്നായിട്ട് കലക്കി എടുക്കുന്നുണ്ട്. തരിയില്ലാണ്ട് കലക്കി അതൊരറ്റത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോഴത്തേക്കും നമ്മുടെ മാങ്ങ മിക്സ് നന്നായിട്ട് വറ്റി വിട്ട് വരുന്ന പരുവാകുമ്പം നമ്മുടെ ഈ കൂവപ്പൊടിയും കൂടെ അതിലോട്ട് ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കുക. നമ്മൾ ഈ കൂവപ്പൊടി കലക്കാൻ വേണമെങ്കിൽ നമുക്ക് പാൽ യൂസ് ചെയ്യാം, വെള്ളം തന്നെ യൂസ് ചെയ്യണമെന്നൊന്നുമില്ല കേട്ടോ. അതും കൂടെ നന്നായിട്ട് മിക്സ് ചെയ്ത് അടിപ്പിടിക്കാണ്ട് ഇളക്കി കൊടുക്കാം. അങ്ങനെ അതൊരു ക്രീമി ടെക്സ്ചറിലോട്ട് മാറിയിട്ടുണ്ട്. നന്നായിട്ട് ഒന്ന് വിട്ട് വരുന്ന പരുവാവുന്നത് വരെ നമ്മളത് ഇളക്കിക്കൊണ്ടിരിക്കുക. ഞാൻ കുറച്ച് നേരം അത് മാറ്റി വെച്ചപ്പോൾ അതിൻ്റെ അടിയിലോട്ടൊന്ന് ഇതായിട്ടുണ്ട്. കരിഞ്ഞിട്ടില്ല, ജസ്റ്റ് ഒന്ന് ഒട്ടിപ്പിടിക്കുന്ന പോലെ. ഈ പരുവാകുമ്പോൾ നമുക്കത് മാറ്റാം. അപ്പോൾ അതിൻ്റെ കളറൊക്കെ മാറി നല്ലോണം ഒട്ടിപ്പിടിക്കുന്ന പരുവായി കണ്ടോ. എന്നിട്ട് ഞാനത് ചൂടോട് തന്നെ മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റുന്നുണ്ട്. അത് വീഴുമ്പോൾ തന്നെ അറിയാം എന്തോരം സോഫ്റ്റായിട്ടായിരിക്കും അത് കിട്ടുന്നതെന്ന്. പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് നമ്മൾ ഏത് പാത്രത്തിലായിട്ടാണോ മാറ്റുന്നത് ആ പാത്രത്തിൽ ലേശം നെയ്യ് തടവണം കേട്ടോ. എന്നിട്ട് നമ്മുടെ കയ്യിൽ എന്തെങ്കിലും നട്ട്സ് ഉണ്ടെങ്കിൽ അത് വെച്ച് നമുക്കൊന്ന് ഡെക്കറേറ്റ് ചെയ്യാം. ഈ ഡെക്കറേറ്റ് ചെയ്ത് ഞാൻ ഫ്രിഡ്ജിൽ വെക്കുന്ന സമയത്ത് എൻ്റെ കുഞ്ഞത് കുറേ എടുത്ത് കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഞാനത് വീണ്ടും കുറേശ്ശെ എടുത്തിങ്ങനെ വെച്ചിട്ടുണ്ട്. ശേഷം അതൊരു 6 മണിക്കൂർ ഞാൻ ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ എടുത്ത സമയത്ത് തന്നെ ഞാൻ കുറച്ചൊക്കെ ടേസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനും കുഞ്ഞും കൂടി മുറിച്ച് നോക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഇരുന്നാൽ ഇത് വീഡിയോ എടുക്കാൻ കിട്ടില്ല എന്ന് കരുതി പെട്ടെന്ന് തന്നെ വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചതാണ്. ഓക്കെ, ഞാനത് ഡിമോൾഡ് ചെയ്തിട്ടുണ്ട്. അത് കാണുമ്പോൾ തന്നെ അറിയാം നല്ല സൂപ്പർ സോഫ്റ്റാണ്. അത് കഴിക്കാനും നമ്മുടെ ആ ജെല്ലി ടെക്സ്ചറിലെ ആ സെയിം സാധനം, പക്ഷേ അതിനെക്കാട്ടി കുറച്ചുകൂടി ടേസ്റ്റാണ്. കുറച്ചുകൂടി നല്ല ടേസ്റ്റാണ്. ഒരു തവണ നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക. നമ്മുടെ കുഞ്ഞുങ്ങൾക്കൊക്കെ ഒരുപാട് ഇഷ്ടമാകും. കുഞ്ഞുങ്ങൾക്ക് മാത്രമല്ല മധുരം ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും ഇഷ്ടമാകും കേട്ടോ. നമുക്കിത് ജെല്ലിയായിട്ട് തന്നെ കഴിക്കണമെന്നില്ല, ഒരു ഡെസേർട്ടായിട്ട് കഴിക്കാം. നമ്മൾ കടയിൽ നിന്നൊക്കെ ഓരോന്ന് മേടിച്ച് കൊടുക്കണതിന് പകരം കുഞ്ഞുങ്ങൾക്ക് ഇതുപോലെ ഓരോ സ്വീറ്റ്സ് തയ്യാറാക്കി കൊടുക്കണമായിരിക്കും നല്ലത്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, എല്ലാവർക്കും ഇഷ്ടപ്പെടും. താങ്ക്